ഹലോ, വെൽക്കം ബാക്ക് ടു അവർ യൂട്യൂബ് ചാനൽ പ്രാൺ വേൾഡിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മളിന്ന് വന്നിരിക്കുന്നത് വെറൈറ്റി ഫാർമർ സുജിത് ബ്രോയോ നടത്തുന്ന ഫ്ലവർ ഷോ കാണാനാണ്. ഫ്ലവർ ഷോയുടെ കൂടെ ചെറിയൊരു പെറ്റ് ഷോയും ഇവിടെ അറേഞ്ച് ചെയ്തിട്ടുണ്ട്. കൃഷിമന്ത്രി ശ്രീ പി പ്രസാദ് സാറാണ് ഈ ഫ്ലവർ ഷോ ഉദ്ഘാടനം ചെയ്തത്. ഫാമിലിയായിട്ട് സ്പെൻഡ് ചെയ്യാൻ പറ്റുന്ന ഒരു നല്ല സ്ഥലം കൂടിയാണിത്. 20ഓളം വെറൈറ്റി ഫ്ലവേഴ്സാണ് ഇവിടെ ഉള്ളത്. ബന്ദിക്കാണ് ഇവിടെ കൂടുതൽ പ്രാധാന്യം കൊടുത്തിട്ടുള്ളതെങ്കിലും കേരളത്തിന് പുറത്തു നിന്നും കൊണ്ടുവന്ന വെറൈറ്റി ചെടികളും ഇവിടെ കാണാൻ പറ്റും. 33 വർഷം പഴക്കമുള്ള ബോൺസായിയും പൂമ്പാറ്റകൾ വട്ടമിട്ട് പറക്കുന്ന ബട്ടർഫ്ലൈ പ്ലാന്റുമൊക്കെ ഇവിടെ കാണാൻ സാധിക്കും. അർത്തുങ്കൽ പള്ളി പെരുന്നാളിനോടനുബന്ധിച്ച് നടത്തുന്ന ഈ ഫ്ലവർ ഷോ ജാനുവരി 10 മുതൽ 30 വരെയാണ് ഒരുക്കിയിരിക്കുന്നത്. കുട്ടികൾക്കൊക്കെ ഇഷ്ടപ്പെടുന്ന രീതിയിൽ സെൽഫി പോയിന്റുകളും കാർട്ടൂൺ കട്ടിങ്ങുകളും ചൂണ്ടയിടാനുള്ള സൗകര്യവുമൊക്കെ ഇവിടെ ഒരുക്കിയിട്ടുണ്ട്. 20 രൂപയാണ് പ്രവേശന ഫീസ്. മട്ടാഞ്ചേരിക്കാരായ ബട്ടർഫ്ലൈ നഴ്സറിയാണ് ഒരു ഏരിയ കൈകാര്യം ചെയ്യുന്നത്. ഇൻഡോർ ആൻഡ് ഔട്ട്ഡോർ പ്ലാന്റ്സ്, പോട്ട്സ്, ലാൻഡ്സ്കേപ്പിംഗ്, ഗ്രാസ് സെറ്റിംഗ്, ഫെർട്ടിലൈസേഴ്സ്, ഗാർഡൻ അക്സസറീസ്, ഗാർഡൻ മെയിൻ്റനൻസ് തുടങ്ങിയവ ഇവർ ചെയ്തു കൊടുക്കുന്നു. അർത്തുങ്കൽ പള്ളിയുടെ 1.5 കിലോമീറ്റർ തെക്കോട്ട് മാറിയാണ് ഈ സ്പോട്ട് വരുന്നത്. പച്ചക്കറികളും മറ്റും വിൽപ്പനയ്ക്കും വെച്ചിട്ടുണ്ട്. ചെറിയൊരു പെറ്റ് ഷോയും ഇവിടെ ഒരുക്കിയിരിക്കുന്നു. 1 ഏക്കറിൽ കൂടുതലുള്ള വസ്തുവിലാണ് ഫ്ലവർ ഷോ നടത്തുന്നത്. കണ്ണിനും മനസ്സിനും കുളിർമ നൽകുന്ന ഒരു അനുഭവം തന്നെയാണിത്. സൂര്യകാന്തി പൂത്തു തുടങ്ങിയിട്ടേ ഉണ്ടായിരുന്നുള്ളൂ. അതിന് തൊട്ടടുത്തായി തന്നെ ഒരു മീൻകുളവുമുണ്ട്. അവിടെ ചൂണ്ടയിടാനുള്ള സൗകര്യവും ഒരുക്കിയിട്ടുണ്ട്. ബന്ദിയുടെ ഇടവിളയായി ഷമാമും ചീലയും കുക്കുംബറും ഉൾപ്പെടെ പച്ചക്കറികൾ ഇടവിള ചെയ്യുന്നുണ്ട്. ചേർത്തല തെക്ക് കൃഷിഭവന്റെയും ചേർത്തല സൗത്ത് പഞ്ചായത്തിൻ്റെയും സഹകരണത്തോടു കൂടിയാണ് ഈ ഫ്ലവർ ഷോ നടക്കുന്നത്. ഞങ്ങളിവിടെ എത്തുന്ന സമയത്ത് സുജിത് ബ്രോ ഇല്ലായിരുന്നു. പക്ഷേ അദ്ദേഹത്തിൻ്റെ ഒരു കട്ടൗട്ട് അവിടെ വെച്ചിട്ടുണ്ടായിരുന്നു. അങ്ങനെ നമ്മൾ അതുകൊണ്ട് അഡ്ജസ്റ്റ് ചെയ്തു. അർത്തുങ്കൽ പള്ളിയിലേക്ക് പോകുന്നവർ ഈ കാഴ്ചയൊന്നും മിസ് ചെയ്യരുത് കേട്ടോ. ഒരു 20 രൂപയുടെ കാര്യമല്ലേ വരുന്നുള്ളൂ. പണ്ട് ഈ കാഴ്ചകളൊക്കെ കാണാൻ നമുക്ക് തമിഴ്നാട്ടിലൊക്കെ പോകേണ്ടി വരുമായിരുന്നു. ഇത് നമ്മുടെ സ്വന്തം നാട്ടിലല്ലേ. അപ്പോൾ നിങ്ങളും ഈ കാഴ്ചകളൊക്കെ കാണാൻ അങ്ങോട്ട് പോവല്ലേ? അപ്പോൾ എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. നമ്മുടെ അടുത്ത വീഡിയോയിൽ കാണുന്നവരെ ടാറ്റാ.